രണ്ട് കാരണങ്ങൾ കൊണ്ടൊരു ക്രൂരമായ കൊലപാതകവും ആത്മഹത്യയും അതിനെ തുടർന്നുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും ചർച്ചയാവാതെ പോകുന്നു. ഒന്ന്, ആ രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ മനുഷ്യനുമേൽ മനുഷ്യൻ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ആ പ്രയോഗങ്ങളിൽ ഒരു കുറച്ച് നീതിയും സാമാന്യ മര്യാദയും ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തിരിച്ചടി അതിരൂക്ഷമായിരിക്കും എന്നതാണ് സ്ഥിതി. ഇതിന് പ്രത്യേകിച്ച് ആൺപെൺ വ്യത്യാസമില്ല. അതതിൻ്റെ ഒരു തമ്പ് റൂളായി നിങ്ങൾ മനസ്സിലാക്കണം. ഷേർലി മാത്യു എന്ന് പറയുന്ന ഒരു 48-കാരിയെ ജോബ് സക്കറി എന്ന് പറയുന്ന ഒരു 40-കാരൻ കൊല്ലുകയും അദ്ദേഹം തൂങ്ങി മരിക്കുകയും ചെയ്തു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാവുന്നതുമല്ല. പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് വലിയ ചർച്ചയായില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ രണ്ടുപേരും ഒരു സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ്. ഈ ജോബ് സക്കറി സ്ഥാനത്ത് സുലൈമാനോ അല്ലെങ്കിൽ ജോബ് സക്കറി എന്ന പേരുള്ളതിനോടുകൂടി തന്നെ വേറെന്തെങ്കിലും തരത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതോ ആയിരുന്നെങ്കിൽ തെറിയുടെ, ജിഹാദിൻ്റെ, ലവ് ജിഹാദിൻ്റെ, പിന്നെന്താ വിവാഹിതരെ വീഴ്ത്തുന്ന ജിഹാദി പ്രവർത്തനങ്ങളുടെയൊക്കെ കൂത്തരങ്ങായി കൂത്താടാൻ ഒരുപാട് കൂത്താടികൾ പ്രത്യക്ഷപ്പെട്ടേനെ. ഇങ്ങനെ ഒരു വാർത്ത വന്ന് 2 പേർ മരിച്ചു എന്ന് വന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ വന്ന കമൻറ്റുകൾ മുഴുവൻ എങ്കിലവൻ ജിഹാദിയായിരിക്കും, എങ്കിലവൻ മറ്റോനായിരിക്കും, മറിച്ചോനായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ പുറത്തു വന്നപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് 18 പോലെയുള്ള ചാനലുകളൊക്കെ കത്തിച്ചു വിടേണ്ടതാണ്. അവിടെ കോപ്പും മൈക്കും കോലും എല്ലാമായി കൊണ്ട് ചെന്ന് നിന്ന് ബന്ധുക്കൾ ആരൊക്കെയാണ്, അയാൾക്കുള്ള ബന്ധുക്കളാണ്, അയാളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ, അയാളുടെ കുടുംബത്തിൽ ആരെങ്കിലും പച്ച ചട്ടി ഇടുന്നവരുണ്ടോ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന കേരളം ചർച്ച ചെയ്തതേയില്ല. രണ്ടാമത്തെ കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം കഴിഞ്ഞ സംഭവം ദീപിക എന്ന പത്രമടക്കം വളരെ വിശദമായി എഴുതി പുറത്തു വിടുമ്പോൾ സാധാരണ അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം, കുഞ്ഞാറ്റയ്ക്കൊപ്പം, പൂമ്പാറ്റയ്ക്കൊപ്പം എന്ന് പറയുന്നവരാരും ഇതിൽ കാണുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചൊട്ടിച്ച് അവസാനം എല്ലാം പോയി ഗതികെട്ടവൻ ഭ്രാന്തനായി തീർന്ന തേപ്പിൻ്റെ കഥ കൂടിയാണ് ഇതിൽ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേക്കപ്പെടുന്നവർ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തേപ്പിൻ്റെയും ദുരന്തത്തിൻ്റെയും കഥ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവാഹേതര ബന്ധങ്ങൾ ധാരാളമുണ്ട്. ആ വിവാഹേതര ബന്ധങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം റിസ്കിലും കോസ്റ്റിലുമാണ് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കേവലം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന തിളക്കത്തിനപ്പുറം അതാരാണ്, ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകതകൾ എന്താണ്, അയാൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല ധാരണ ഇന്ന് കളങ്കാവലൊക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ഇനിയെങ്കിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് എഴുതുന്നവരൊക്കെയും ഈ എഴുത്തിലല്ലാതെ മനുഷ്യനെന്നുള്ള നിലയിൽ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രേരണകളോ അല്ലെങ്കിൽ ഇടപെടലുകളോ ഒക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. നമ്മൾ സാധാരണ പറയുമല്ലോ, തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റിലൊരു ശരിയുണ്ട്. ആ ശരിയെക്കുറിച്ചെങ്കിലും ഒരു ചിന്ത വേണം. ഇവിടെ എന്താ കഥ? ഷേർലി മാത്യു എന്ന് പറയുന്ന ആ സഹോദരി, ആ സ്ത്രീ, അവരെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എങ്ങനെയോ ഇൻസ്റ്റയിലോ സാമൂഹ്യ മാധ്യമത്തിലൂടെയോ ജോബ് സക്കറി എന്ന 40-കാരനുമായി പരിചയപ്പെടുന്നു. ഞാൻ പറയുന്നത് ദീപിക പത്രം എഴുതിയ വിശദമായ സംഗതിയാണ്. അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പരിചയപ്പെട്ട് വലിയ സ്നേഹത്തിലാകുന്നു. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ വെച്ചിരിക്കുന്ന വീട് വളരെ മനോഹരമായ വീട്. അതിൻ്റെ മുന്നിലത്തെ ബൊഗെയിൻവില്ല അടക്കമുള്ളവ വളരെ ഭംഗിയുണ്ട്, വളരെ വെൽ പ്ലാൻഡായിട്ട് വെച്ചിരിക്കുന്നു. ആ സ്ത്രീക്ക് 48 വയസ്സുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സക്കറിയയ്ക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ രൂപവും സ്നേഹവും ഒക്കെ ഇഷ്ടമായി കാണും ഇരുവർക്കുമിടയിൽ. അയാൾ അവിവാഹിതനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, അതോ വിവാഹിതനാണോ എന്നറിയില്ല. ഏതായാലും ഇവർ തമ്മിൽ അടുപ്പമാകുന്നു. അന്ന് ഇവരുടെ വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി ഒരുമിച്ച് താമസിക്കാൻ യവനോട് സാമ്പത്തികം ആവശ്യപ്പെടുന്നത്രേ. യവൻ 15 ലക്ഷം രൂപയോ മറ്റോ സ്വന്തമായി ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അത് മുഴുവൻ യവൻ വിറ്റ് ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്തിനാണ്? ഒരുമിച്ച് ജീവിക്കാം, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ വളരെ സന്തോഷമായി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് അതിനൊരു 3 മാസം മുമ്പോ 4 മാസം മുമ്പോ മറ്റൊരാളുമായി ഈ പറയുന്ന സ്ത്രീ ബന്ധത്തിലാവുന്നു, സൗഹൃദത്തിലാവുന്നു, ഇഷ്ടത്തിലാവുന്നു.
അങ്ങനെ ഇഷ്ടത്തിലായി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ ആ ഉറപ്പ് എല്ലാം അങ്ങ് മാറ്റിയതിന് ശേഷം പിന്നെന്താ ചെയ്തത്? യവനോട് ഇനി മേലിൽ ഈ വീട്ടിൽ കയറിയേക്കരുതെന്ന് പറഞ്ഞു. അവൻ്റെ പേര് ജോബ് സക്രിയ എന്നാണ്. അപ്പോൾ അങ്ങനെ വേറെ ആരുമായിട്ട് മറ്റേ സ്നേഹത്തിലായി പോലും, എന്തായാലും യവനിവിടെ കയറിയേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ യവൻ്റെ സ്ഥിതി എന്താ? 15 ലക്ഷം രൂപ പോയി, അവൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി, എല്ലാം വഴിമുട്ടി. എന്നിട്ടോ യവൻ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്തു. നമ്മളിപ്പോൾ ചിലരടുത്ത് പറയുന്നില്ലേ, ഇപ്പോൾ പ്രണയം നടിച്ചു, ഗർഭിണിയാക്കി, അതിജീവതയാക്കി എന്ന് പറയുന്നത് പോലെ യവനെ അതിജീവതനാക്കി, അശരണനാക്കി, ആലംബഹീനനാക്കി, ആസന്ന സ്മൃതിക്കാരനാക്കി, ആസനസ്ഥനാക്കി. പിന്നെ എന്താക്കിയെന്ന് പറയേണ്ടത് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ആക്കി, ജയിലിൽ ആക്കിയ ശേഷം അങ്ങനെ ആക്കി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. യവനവിടെ ചെന്നു ഈ കാശ് കൊടുത്ത കണക്കുകളൊക്കെ ആയിട്ട്. അവർ വന്നില്ല. അപ്പോഴത്തേക്ക് ഇതെല്ലാം അവസാനിക്കുകയാണ് എന്നവന് തോന്നിയിട്ടുണ്ടാവും. അവൻ അതിൽ കയറി അവരുടെ കഴുത്ത് മുറിച്ചു, അവൻ ആത്മഹത്യ ചെയ്തു. ഇവർക്ക് മക്കളെ കുടുംബം എനിക്കറിയില്ല, അവരെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. നിരപരാധികൾ അവരെ ഉണ്ടാവുമായിരിക്കും, ഇല്ലാതായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനോഹരമായി വെച്ച വീട് അവശേഷിക്കുന്നു. രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ രണ്ടായി കണ്ടതും ഒരുമിച്ച് കണ്ടതും തീർന്നു. എവിടെത്തി നിൽക്കുന്നു? ബാക്കി നിങ്ങളുടെ ചിന്തകൾക്കായി വിടുന്നു.